പച്ച ചക്ക മിക്സിൻ്റെ ജാറിലിട്ട് കറക്കി എടുത്തിട്ട് ഒരു അടിപൊളി സൂപ്പർ ടേസ്റ്റിലുള്ള ചക്കവട എങ്ങനെ ഉണ്ടാക്കിയെന്ന് നമ്മൾക്ക് കണ്ടിട്ട് വരാം. ക്രിസ്പി ആയിട്ട് വൈകുന്നേരത്തെ ചായക്കൊക്കെ ഉണ്ടല്ലോ, അടിപൊളിയാണ്. അപ്പം ചക്ക തീർന്നിട്ടില്ലാത്തവരൊക്കെ ഇപ്പം തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളേ. ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ഹസീന ഉബൈദ്. പച്ച ചക്ക വെച്ചിട്ട് അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള സൂപ്പർ ടേസ്റ്റുള്ള ചക്കവട എങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മൾക്കൊന്ന് കണ്ടിട്ട് വരാം. അതിനിതാ ഞാനൊരു 10-15 ചക്കൻ്റെ ചോള എടുത്തിട്ടുണ്ട്. പച്ച ചക്കയാണ്, പഴുത്തിട്ടൊന്നുമില്ല. അപ്പോൾ അതിതാ ഞാൻ കുരുവൊക്കെ കളഞ്ഞ് നല്ല പോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ ആ തലഭാഗമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി അതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ അതൊക്കെ ഒന്ന് കളഞ്ഞ് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു ചക്കവട. നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾക്ക് വൈകുന്നേരമൊക്കെ ചായക്ക് കടിക്കും ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ ചക്ക തീർന്നിട്ടില്ലാത്തവർ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ചക്ക കൊണ്ട് നമ്മൾക്ക് പലതും ഉണ്ടാക്കല്ലേ. ഇപ്പോൾ ചക്കൻ്റെ ഒക്കെ സീസണാണല്ലോ അല്ലേ, എല്ലായിടത്തും ഉണ്ടാവും ചക്ക. ഇപ്പോൾ മഴ പെയ്തിട്ട് പഴുക്കാൻ സാധ്യതയില്ല, കാരണം വെള്ളം ഇറങ്ങിയിട്ടൊക്കെ പഴുത്താലും വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പച്ച ചക്ക ഇങ്ങനെ ഒന്ന് ഇട്ട് നോക്കിയിട്ടൊന്ന് എല്ലാവരും ഒന്ന് ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ഈ ഒരു ടൈമിൽ എനിക്ക് എൻ്റെ ഫ്രണ്ട്സുകളോട് പറയാനുള്ളത്, പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോക്ക് ഒന്ന് ലൈക്കും കൂടി കൊടുക്കുക. ഇപ്പോൾ അതാ ഞാൻ എല്ലാ ചക്കയും അങ്ങനെ ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ചെറുതാക്കി കട്ട് ചെയ്ത് ആ ചക്കയൊക്കെ നമ്മൾ മിക്സിൻ്റെ ജാറിലേക്കാണ് ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. വലിയ പീസാക്കി ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ അരയാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിലൊന്നും അരയണ്ട. നമുക്ക് ഈ ഒരു ജാറിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ഞാൻ ഈ ഒരു ചെറിയ ജാറിൽ 2 തവണയായിട്ട് ഇങ്ങനെ അരച്ചെടുക്കുകയാണ് ചെയ്ത്. കുറച്ചൊരു തരിതരിപ്പോട് കൂടി തന്നെ അരച്ചെടുക്കണം, നല്ല പേസ്റ്റ് രൂപത്തിലൊന്നും ആവണ്ട. ഇപ്പോൾ ഇതാ ഞാൻ ചക്കത അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത ചക്ക ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൽ വേറെ പല കൂട്ടുകളും ചേർക്കാണ്ട്, അപ്പോൾ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാനാണ് ഞാനിത് വേറെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്ത്, പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പില, 2 തണ്ട് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തതാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾക്ക് ആവശ്യമായിട്ട് വരുന്നത് ചെറിയ ഇഞ്ചി, ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ട്, അത് ചെറിയ പീസ് മതി കേട്ടോ, ചെറുതായി കട്ട് ചെയ്തിട്ട് അങ്ങനെ. പിന്നെ ഒരു പച്ചമുളക് കൂടി കട്ട് ചെയ്ത് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിച്ചപ്പ് നമ്മൾ ഇത് ചേർത്ത് കൊടുക്കണം. മല്ലിച്ചപ്പ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത് മല്ലിച്ചപ്പാണ്, അപ്പോൾ മല്ലിച്ചപ്പ് ആരും ഒഴിവാക്കരുത്. പിന്നെ ഇതാ ഞാൻ 1 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു എരിവും ഒക്കെ കിട്ടാനാണ് മുളക് പൊടി ചേർത്ത് കൊടുത്ത്. പിന്നെ ഇതാ 1/4 സ്പൂണ് ഗരം മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കായപ്പൊടി വേണം കേട്ടോ, ഒരു 1/4 സ്പൂണ് കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് കടലമാവാണ്. കടലമാവിനെ ചേർത്ത് കൊടുക്കണം. കടലമാവ് ഇല്ലെങ്കിലും മൈദ മാവ് ചേർത്ത് കൊടുക്കുക. കടലമാവ് ആകുമ്പോഴാണ് നമ്മൾക്ക് ഒന്നും കൂടി ആ ടേസ്റ്റ് കിട്ടുക. പിന്നെ കടലമാവ് കൂടുതലൊന്നും ചേർക്കേണ്ട, 2 സ്പൂണ് മാത്രം ചേർത്താൽ മതി. നമ്മൾക്ക് ആ ചക്കൻ്റെ ടേസ്റ്റാണ് കൂടുതൽ മുന്നിട്ട് നിൽക്കേണ്ടത്. പിന്നെ അതാ 1 സ്പൂണ് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ലൊരു ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടാനാണ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു ഡ്രൈ ആയിട്ട് നമുക്ക് തോന്നും. പിന്നെ ഇതിൽ നമ്മൾ ചക്ക വെള്ളമൊന്നും ചേർക്കാതെ തന്നെ അടിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ഈ ചക്കയിൽ അതിൽ തന്നെ ഉണ്ടാവും ഒരു നനവ് ഉണ്ടാവും. അപ്പം പിന്നെ അത് നല്ലപോലെ നമ്മൾ കുഴക്കുമ്പോൾ നനവൊക്കെ ഉണ്ടാവും. അപ്പോൾ കുറച്ചൊരു നനവും ഇതൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും നമ്മൾ കടലമാവൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ എന്താ പറയുക, നമ്മൾ ഇനി കടലമാവ് വേണ്ടി വെച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കേണ്ട. കയ്യിൽ ഒട്ടി പിടിക്കുകയാണെങ്കിൽ കൈയൊന്ന് കഴുകിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ നമ്മളെ കയ്യിൽ തടവിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഓരോ ഉരുളകളാക്കി എടുത്തിട്ട് നമ്മൾ റൗണ്ട് ഷേപ്പിൽ നമ്മളെ കയ്യിന് അടിയിൽ വെച്ചിട്ട് നമ്മൾ ഉള്ളി വടക്കും പരിപ്പ് വടക്കൊക്കെ പരത്തിയെടുക്കൂലേ, അതേ രൂപത്തിലൊന്ന് കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുന്ന ആ രീതിയിൽ ഒന്ന് പരത്തിയെടുത്താൽ മതി. കയ്യിൽ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ കൈയൊന്ന് കഴുകിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുത്താൽ ഇതുപോലെ നമുക്ക് നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ ഇങ്ങനെ പരത്തിയെടുക്കാൻ കഴിയും. ഇപ്പോൾ ഇതാ ഞാൻ എല്ലാതും ഇതുപോലെ അങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
സൂപ്പർ ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റാണ്. വൈകുന്നേരം കട്ടൻ ചായക്കൊക്കെ ഇങ്ങനെ കഴിക്കാനുണ്ടല്ലോ, അടിപൊളിയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് പച്ച ചക്ക ഇപ്പം ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ വേഗം പ്ലാവിൽ നിന്ന് ഇട്ടിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ. അപ്പോൾ എന്താണ് ചക്ക ഇല്ലാത്തവർ ഇനിയിപ്പോൾ ഞങ്ങളിനിപ്പോൾ എന്താ ചെയ്യാന്നൊക്കെ ഉണ്ടാവും. ചക്ക ഇല്ലാത്തവർ ഇനി അടുത്ത വർഷമൊക്കെ ചക്കൊക്കെ ആയിട്ടൊക്കെ വരുമല്ലോ, അപ്പോഴൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഒരുവിധ സ്ഥലത്തൊക്കെ ചക്ക ഉണ്ട് എന്നാണ് തോന്നുന്നത് അല്ലേ. പിന്നെ അങ്ങനെ ഞാനിതാ എല്ലാതും ഇതേ ഒരു രൂപത്തിലൊക്കെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിതാ ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. പാന് സ്റ്റൗവിൽ വെച്ച് അതിൽ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഫ്രൈ ചെയ്യാൻ ഓയിലോ വെളിച്ചെണ്ണ എന്താണ് എടുക്കുക, ആ ഒരു ഓയിൽ നമ്മൾക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഒഴിച്ച് ചൂടായതിന് ശേഷം 2 വട വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് ചെറിയൊരു പാൻ എടുത്തതാണ്. ഈ ഒരു എണ്ണ പിന്നെ നമ്മൾ ചൂടായതിന് ശേഷം വീണ്ടും നമ്മൾക്ക് എടുക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഞാൻ ചെറിയ പാൻ വെച്ചിട്ട് തന്നെ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ തിരിച്ചും മറിച്ചും ഇങ്ങനെ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഓരോ ഭാഗം ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇപ്പം തന്നെ ഇതാ നല്ല ഇങ്ങനെ ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഇപ്പോൾ ഞാൻ 2 എണ്ണമാണ് ഈ ഒരു പാനിൽ ഇട്ടിരുന്നത്. അപ്പോൾ രണ്ടും ഇതാ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിരുന്നു കേട്ടോ, നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ വീണ്ടും അടുത്തതും ഞാൻ അങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ ആയിട്ട് എല്ലാതും അങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവുമല്ലോ അല്ലേ, ഇത് ഭയങ്കര ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്തതുകൊണ്ടാണ് അത്രയൊരു ക്രിസ്പി ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ചൂടോട് കൂടി തന്നെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നൊരു ഗ്ലാസ് കട്ടൻ ചായയൊക്കെ കൂടി കൂട്ടിയിട്ട് ഇപ്പോൾ ഞാൻ അങ്ങനെ എല്ലാതും ഇതാ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. മല്ലിച്ചപ്പും കറിവേപ്പിലൊക്കെ ചേർത്തത് കൊണ്ടാണ് ഒരു നല്ല അടിപൊളി ടേസ്റ്റും നല്ല സ്മെല്ലും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ എല്ലാതും ഫ്രൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇതാ കട്ട് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കിയപ്പോൾ തന്നെ ഉള്ളിലൊക്കെ നല്ല വെന്തിട്ടുണ്ടായിരുന്നേ. നമ്മൾ ഫസ്റ്റ് തന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് പിന്നെ ഒരു ലോ ഫ്ലെയിമിലൊന്ന് ഇട്ട് അങ്ങനെ നമ്മൾക്കത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇത് കണ്ടില്ലേ എന്തൊരു ടേസ്റ്റാന്ന് പറയും. ഇങ്ങനെ നമ്മൾ ആ ഉള്ളിവടയൊക്കെ ഇല്ലേ, ഉള്ളിവടയൊക്കെ കഴിക്കണ ആ ഒരു ടേസ്റ്റ് തന്നെ, പക്ഷേ ചക്കൻ്റെ ആ ഒരു ടേസ്റ്റും കൂടി വരുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരും. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.